Okay, 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 okay. Hello. Hello. Okay, hi everyone. നമ്മൾ അപ്പോ ചില്ല ടോക്കീസിന്റെ സെക്കൻഡ് സീസണിൽ ഫോർത്ത് എപ്പിസോഡിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ചില്ല ടോക്കീസ് എല്ലാവർക്കും എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചില്ല ടോക്കീസ് ഫയർഫ്ലൈസിന്റെ ഒരു സോഷ്യൽ മീഡിയ എൻഗേജിങ് പ്രോഗ്രാം ആണ്. ഡിഫറെന്റ് വാക്സ് ഓഫ് ലൈഫിലുള്ള ആൾക്കാർ അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിലൂടെ നമുക്ക് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അൺലേൺ ചെയ്യാൻ വേണ്ടിയിട്ട്, റീലേൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു പരിപാടിയാണ്. സോ അതിന്റെ ഫോർത്ത് സീസൺ സെക്കൻഡിൽ ഫോർത്ത് എപ്പിസോഡിലാണ് നമ്മൾ എപ്പോഴുള്ളത്. ഈ ലോക്ക്ഡൌൺ പീരീഡിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു എപ്പിസോഡ്. സോ നമ്മുടെ സ്പീക്കർ ഈസ് ഹിയർ, പക്ഷേ ഐ തിങ്ക് സം നെറ്റ്വർക്ക് ഇഷ്യൂസ് ഈസ് ജോയിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ലെഫ്റ്റ് ആയി പോകുന്നുണ്ട്. വ്യൂവേഴ്സ്, ഞാൻ ഓഡിബിൾ ആണോ, എന്റെ വീഡിയോ ഒക്കെ ഓക്കെ ആണോ എന്ന് ആരെങ്കിലും പറയാമോ? So what should I do? Hello. No idea. Yeah. Thank you. Okay, okay. Okay. Yeah. So with many of the schools, workplaces closed due to this coronavirus pandemic, many of us have found ourselves in a very new and എന്താ പറയാ even stressful family situations. So we have to manage our households, we have to manage our works, and even especially parents ന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ they have they are in really in a difficult situation because they have to keep their kids on the track. Okay, and they are thrown in a role of what de facto homeschool teacher. അപ്പോൾ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഒന്നിച്ച് ഒരു സൂപ്പർ കൂൾ മോമാണുള്ളത്. ഷീസ് റിസൈഡിങ് ദുബായിലുള്ള ഒരാളാണ്. സോ എനിക്ക് തോന്നുന്നു ഷീസ് ട്രൈയിങ് മാക്സിമം ടു ജോയിൻ, പക്ഷേ സംതിങ് ഇഷ്യൂസ് ഉണ്ട്. വി ആർ ട്രൈയിങ് ടു കണക്ട്. നമ്മള് ലാസ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ടീച്ചറിനെയും കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ലാസ്റ്റ് ലൈവ് സീസൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, സോ അവരുടെ ഒരു പെർസ്പെക്റ്റീവ്, അവരെങ്ങനെയാണ് ഈ ലോക്ക്ഡൌൺ ഒക്കെ ഡീൽ ചെയ്യണേ, ഈ ലോക്ക്ഡൌണിൽ വന്നിട്ടുള്ള ചേഞ്ചസ്, അവരുടെ വർക്കില്, അവരുടെ ചുറ്റുവട്ടത്തുള്ള ചേഞ്ചസ് ആയിട്ട് അവരെങ്ങനെയാ ഡീൽ ചെയ്യണേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മളുടെ ഒരു പാരന്റിന്റെ, ഇല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു മദറിന്റെ പെർസ്പെക്റ്റീവ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് കേട്ടോ. സോ യാ, ഹലോ. നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട് നന്നായിട്ട്. സോ
ഹലോ. ഹലോ എവ്രി വൺ, ഹായ്. നമ്മുടെ സ്പീക്കർ കാര്യമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. Thank you so much for the patience. കുറച്ച് സമയം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ. Serious issue is serious. ഓക്കെ, എന്നാ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. യു സ്റ്റാർട്ട് ആൻഡ് ഐ വിൽ ജോയിൻ. ലെറ്റ്സ് ട്രൈ വൺസ് മോർ ആൻഡ് നമുക്ക് അങ്ങനെ ചെയ്യാം. എന്താ ചെയ്യാ? ഹലോ ഹലോ, ഓഡിബിൾ റൈറ്റ്? കുഴപ്പമില്ലല്ലോ. ലെറ്റ്സ് സ്റ്റാർട്ട് അല്ലേ? നമുക്കിത് എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് ഐഫോൺ ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഐ എം നോട്ട് ഷുവർ. ഓക്കെ ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, സോ ഞാൻ ഏകദേശം ഇൻട്രോ കൊടുത്തു കഴിഞ്ഞു ഓൾറെഡി. സോ ഒന്നും കൂടി പറയാം. നമ്മൾ ഒന്നിച്ചിപ്പോ ഉള്ളത് ഒരു സൂപ്പർ കൂൾ മോം ആണ്. ലൈക്ക് അപ്പോ ഷീൽ ബി ഷെയറിങ് ഹർ എക്സ്പീരിയൻസ് ഓൺ എങ്ങനെയാണ് ഈ ലോക്ക്ഡൌൺ പീരീഡ് മാനേജ് ചെയ്തിട്ടുള്ളത്, അവരുടെ കിഡ്സിനെ എങ്ങനെയാണ് ട്രാക്കിൽ തന്നെ എത്തിയിട്ടുള്ളത്. സോ നമുക്ക് പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നിങ്ങളുടെ ഫാമിലിനൊക്കെ നമ്മുടെ ഫയർഫ്ലൈസ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഞാന് ഇവിടെ ദുബായിൽ തന്നെയാണ് പഠിച്ചു വളർന്ന ഒരാളാണ്. എനിക്ക് 3 പിള്ളേരാണ്. ഒരാള് കോളേജ് ബാംഗ്ലൂർ പഠിക്കുന്നു, പക്ഷെ ലോക്ക്ഡൌൺ ഒക്കെ ആവുന്നതിന് മുന്നേ ഷീ റീച്ച് ഹിയർ. പിന്നെ ഇനി ഒരാളുള്ളത് 11 വയസ്സ്. പിന്നെ ഇനി ഒരു ചെറിയ മോനാണ് 5 years old. അപ്പോ അങ്ങനെ വളരെ ഗ്യാപ്പുള്ള 3 സ്റ്റേജസിലുള്ള കുട്ടികളാണുള്ളത്.
ഓക്കെ ഓക്കെ. സോ നമ്മളിപ്പോ ആദ്യം നമുക്ക് ഈ ലോക്ക്ഡൌണിന്റെ പീരീഡ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള പാരന്റ്സിന്റെ കൺസേൺ എന്ന് വെച്ചാൽ ലൈക്ക് എങ്ങനെയാണ് മൊത്തം ഓൺലൈൻ ആയിട്ട് മാറി, ലൈക്ക് എവറിത്തിങ് ഇസ് ഓൺലൈൻ, പിള്ളേർ എപ്പോഴും ഫോണിലാണ്. സോ അവർ ഔട്ട്ഡോർ ആയിട്ട് യാതൊരു ബന്ധമില്ല. അപ്പൊ എങ്ങനെയാണ് അവരൊന്ന് എൻഗേജ്ഡ് ആക്കി വെക്കുക, എങ്ങനെയാണ് അവരൊന്ന് ബിസി ആക്കി നിർത്തുക, അതിന്റെ അവരുടെ ഇമോഷൻ, അവരുടെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഭയങ്കര കൺസേൺ ആണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് ചോദിക്കാനുള്ള സെയിം കാര്യമാണ്, ലൈക്ക് ഹൗ ഡു യു കീപ് എങ്ങനെയാണ് നിങ്ങൾ എൻഗേജ് ചെയ്ത് നിർത്താൻ, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ബിസി ആക്കിയിട്ട് നിർത്താൻ? Is there any psychological practices or something? No, see, basically ഇതൊക്കെ നമുക്ക് ഇറ്റ് ഇസ് വെരി ന്യൂ. നമ്മൾ വി ആർ നോട്ട് യൂസ് ടു ഇങ്ങനത്തെ ഒരു ഇത്. ഈ ഒരു ലോക്ക്ഡൌൺ ആവുന്നതിന്റെ മേ ബി ജസ്റ്റ് എ വീക്ക് നമുക്കൊരു ഐഡിയ, വി വർ ഗെറ്റിംഗ് എൻ ഐഡിയ. പക്ഷെ ഇത് ലോക്ക്ഡൌൺ ആവും. പക്ഷെ അതിനോട് കടക്കുമ്പോഴാണ് നമ്മൾ എങ്ങനെയാണ് it's just there is no strategy or this thing to take. നമ്മൾ just take one day. എന്റെ കാര്യം പറയുകയാണെങ്കിൽ just take one day at a time. പിന്നെ basically what you need is routine and ഒരു routine, stick to that routine as much as possible. നമ്മളൊരു ടൈം ടേബിൾ പോലെ ഉണ്ടാക്കി അതില് ഇതാക്കുക. ബിക്കോസ് ലോക്ക്ഡൌൺ ഒരു വെക്കേഷൻ അല്ല എങ്ങനെയാണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ അങ്ങനെ ദാറ്റ് റൂട്ടീൻ റിയലി ഹെൽപ്. ഓക്കെ, പിന്നെ ഓൺലൈൻ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഏജ്. കുട്ടികളുടെ ഏജ് വെച്ചിട്ടാണ് എങ്ങനെയാണ് അത് ഇരിക്കുക. ചെറിയ കുട്ടികൾ അതിന് മുന്നിൽ, ഈ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് അവരിങ്ങനെ ഭയങ്കര ആക്റ്റീവായി അവർക്ക് ദേ ഡോണ്ട് നോ, അവർക്ക് ഇങ്ങനെ ഒതുങ്ങിയിരുന്നിട്ട് ഇതിങ്ങനെ നോക്കി TV കാണുന്ന പോലെ അല്ലല്ലോ ഇപ്പൊ ഇത് പഠിക്കാൻ ഇതിന്റെ മുന്നിൽ ഇരിക്കുന്നത്. സോ അങ്ങനെയുള്ള ചാലഞ്ചസ് ഉണ്ടായിരുന്നു. These are the, yeah. Okay, what has been the hardest part of this lockdown period and what has been the best part of this lockdown period? Okay, hardest എന്ന് പറഞ്ഞാല് ഡെഫിനറ്റ്ലി ഈ ഓൺലൈൻ educating them through this medium. പിന്നെ and engaging കുട്ടികളെ. ഇപ്പൊ ദുബായിലാവുമ്പോ നമ്മള് വി മിസ്ഡ് ഞങ്ങളുടെ സമ്മർ വെക്കേഷൻ പോലും ഞങ്ങൾക്ക് നാട്ടിലൊന്നും വരാൻ പറ്റിയില്ല. അപ്പൊ വി വർ ആക്ച്വലി ഇൻസൈഡ് ദ ഹൗസ് ഫോർ ദാറ്റ് എൻറ്റയർ കുറേ സമയം കുട്ടികള് അതിൻ്റെ ഉള്ളില് ആൻഡ് ഇരിക്കുന്ന ഒന്ന്. പിന്നെ എന്താ വെച്ചാല് ഇവര് ഈ ഐപാഡ് അല്ലെങ്കിൽ ഫോൺ, ഓൾ ഓഫ് ദിസ്, ഈ ഇലക്ട്രോണിക് സാധനങ്ങളിലോട്ട് അഡിക്റ്റഡ് ആയിട്ട് അതിൽ നിന്ന് വേർപെടുത്താനുള്ള ഇത് അത് വേറെ. സോ ദോസ് വർ മൈ ചാലഞ്ചസ്. പിന്നെ ഉണ്ടായിരുന്നത്, പക്ഷെ ദ ബെസ്റ്റ് തിങ് വാസ് ദാറ്റ് കുറെ വി ഗോട്ട് ടു സ്പെൻഡ് ടൈം ടുഗെദർ. ലൈക്ക് നമ്മളിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ഫൈൻഡ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മള് എന്തായാലും 24/7 നമ്മളിങ്ങനെ എല്ലാരും നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കല്ലേ. ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ചാലഞ്ച്. അപ്പൊ അതിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാതെ ഇരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും വി ഹാവ് ടു ഹാവ് ആസ് മച്ച് ആസ് ഒരു ആ ഒരു ഇത്. അപ്പൊ ചെറിയ ഗെയിംസും ഇതും ഒക്കെ ആയിട്ട് കുട്ടികളെ എങ്ങനെയെങ്കിലും ഒക്കെ എൻഗേജ് ചെയ്യിപ്പിക്കാം. സോ ഓൾ ഓഫ് ദാറ്റ്, ഈ സോഷ്യൽ മീഡിയയിൽ ഗോയിങ് ഓൺ ദാറ്റ് ബനാന ബ്രെഡ് ഉണ്ടാക്കണം. അപ്പൊ കുട്ടികൾ ബേക്കിംഗ്, അത് ഇത് ഗെയിംസ്, അങ്ങനെ സ്മോൾ സ്മോൾ തിങ്സ്, നോട്ട് വെരി ബിഗ് തിങ്സ്, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് ഇതാവുമായിരുന്നു. ഇറ്റ് ഇസ് നത്തിങ് ബിഗ്, ബിക്കോസ് വേറെയുള്ള ആക്ടിവിറ്റീസിനൊന്നും വിടാനൊരു മാർഗമില്ല. അപ്പൊ എവറിത്തിങ് ഹാസ് ടു ബി ഡൺ at home, in small ചെറിയ ചെറിയ കാര്യങ്ങളിൽ. പിന്നെ ഐ എം പ്രിറ്റി ഷുവർ എല്ലാ അമ്മമാരും ഉമ്മമാരും will agree that this has been the hardest for them. No doubt. Okay. ഓക്കെ, നമ്മളിങ്ങനെ നമ്മള് ഈ ഒരു സംഭവം പറഞ്ഞപ്പോ തന്നെ ലൈക്ക് ഇങ്ങനെ ഒരു പാരന്റിനെയാണ് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരായിട്ട് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ വന്നൊരു സജഷൻ ആണ് ഇറ്റ്സ് റോഷ്നി നിഷ്തർ, അവര് ഓക്കെ ആണ്, ഇറ്റ്സ് പെർഫെക്റ്റ് ഫോർ ദ സബ്ജക്ട് എന്നൊക്കെയുള്ള ഒരു സജഷൻ ആണ് വന്നിരുന്നത്. സോ വാട്ട് ഈസ് ദാറ്റ് എലമെന്റ് ബെസ്റ്റ് റെപ്രസെന്റ് യു ആസ്
പാരന്റ് ഇല്ലെങ്കിൽ എന്ത് എലമെന്റ് ആണ് ആ ഒരു പാരന്റിങ് സ്റ്റൈൽ ബെസ്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക? അയ്യോ, some issues, network issues. stuck. ഓക്കെ, ലൈക്ക് ഒരു എലമെന്റ് ഉണ്ടാവുമല്ലോ ബെസ്റ്റ് റെപ്രസെന്റ് യുവർ പാരന്റിങ് സ്റ്റൈൽ. അങ്ങനെ നിങ്ങളുടെ ആസ് എ ഗുഡ് പാരന്റ് നിങ്ങളെ റെപ്രസെന്റ് ചെയ്യണ ആ ഒരു എലമെന്റ് ഇല്ലെങ്കിൽ കുറെ എലമെന്റ്, കുഞ്ഞു കുഞ്ഞു എലമെന്റ് എന്തൊക്കെയാണ്? അങ്ങനെയൊന്നുമില്ല. ഐ ഡോണ്ട് നോ ഹൗ ടു ലൈക്ക് നത്തിങ് ആസ് സച്ച്. ഞാന് മൈ പോളിസീസ് ജസ്റ്റ് ടേക്ക് വൺ ഡേ അറ്റ് എ ടൈം. ഒരുപാട് ഭയങ്കര പ്ലാൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇറ്റ് വിൽ നോട്ട് ഗോ യുവർ വേ. മക്കൾ എന്ന് പറഞ്ഞാല് ദേ ഹാവ് എ ഡിഫറെന്റ്, അവർക്ക് അവരുടേതായ മൈൻഡും ദിസ് തിങ്. നമുക്ക് അതിന്റെ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. ഇഫ് ദേ ആർ യുനോ, സോ I will not force them to, you know, come my way. Of course, ചില കാര്യങ്ങളിലൊക്കെ വേണം. ഇപ്പൊ ഒരു നമ്മൾ പറഞ്ഞ കേൾക്കണം അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ട്. പക്ഷെ അവരുടെ ഒരു ഇതും കൂടെ കുറച്ചൊക്കെ ഞാൻ കൺസിഡർ ചെയ്യും. ആസ് ലോങ് ആസ് ദേ ആർ ഹാപ്പി. അതാണ് എനിക്ക്. ഞാൻ ഒരുപാട് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് അല്ലെങ്കിൽ അവരെ ഇതാക്കിയിട്ട്, ദാറ്റ് ഇസ് നോട്ട് മൈ പാരന്റിങ് സ്റ്റൈൽ. ഇറ്റ് ഹാസ് ടു വർക്ക് ബോത്ത് വേസ്. കുറച്ച് യു മീറ്റ് മീ ഹാഫ് വേ എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങള്. സോ ഇറ്റ് വർക്ക് ഫോർ മീ. അപ്പൊ നമ്മളിങ്ങനെ ഒരുപാട് വാശി പിടിച്ച് നീ ഇങ്ങനെ തന്നെ ചെയ്യണം, നീ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ ഒരു ഇതല്ല. പക്ഷെ ദർ ഹാസ് ടു ബി ആസ് ലോങ് ആസ് ദേ ഡു ദെയർ തിങ്സ്. ഇപ്പൊ ഞാൻ മെയിൻ ആയിട്ട് പറയാന്ന് വെച്ചാൽ ദർ ആർ സർട്ടൻ തിങ്സ് യു ഡു ആൻഡ് ദെൻ ഞാനും അതിനേതായത് കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ്. ലൈക്ക് ബേസിക്കലി എന്റെ ഒരു ഇതാണ്, റൂട്ടീൻ ഇസ് എ മെയിൻ തിങ്. ആ ഒരു അവരെ നീറ്റിട്ട് ദേ ഹാവ് എ ഫ്യൂ തിങ്സ് ടു ഡു, ദേ ഡു ദാറ്റ് ആൻഡ് ദെൻ ദേ ക്യാൻ ഹാവ് ദെയർ ഫ്രീ ടൈം ഓർ വാട്ട് എവർ ദേ വാണ്ട്. പിന്നെ another thing will be like ഒരു എന്താ പറയാ, not glued on to the TV or iPad or whatever is that. ആ ഒരു ഇതിലിരിക്കാതെ അങ്ങനത്തെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അല്ലാതെ there is no big things that is എന്ന് പറഞ്ഞ പോലെ ഉള്ള കാര്യങ്ങളൊന്നും. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് വലിയ കാര്യമായിട്ട് മാറണത്. ഓക്കെ, സോ okay, what is that one thing you always wanted your child to learn from you? From me, be grateful. അതാണ് ജീവിതത്തിൽ നമ്മൾ എന്താണ്, ലൈക്ക് വാട്ട് എവർ ഇറ്റ് ഇസ്, വാട്ട് എവർ യുവർ സിറ്റുവേഷൻ, എന്തൊക്കെ ഇതാണെന്നുണ്ടെങ്കിലും ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ്. അതാണ് മൈ ഒരു ഇത് മെയിൻ ആയിട്ട് ഉള്ളത്. അപ്പോ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുമ്പോ തന്നെ നാച്ചുറലി വി ക്യാൻ ബി ഹാപ്പി ഓൾസോ. നമുക്ക് സന്തോഷം അതിൽ നിന്ന് തന്നെ നമുക്ക് വരും. നമ്മുടെ സാഹചര്യം എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും ആൻഡ് ഫോർ വാട്ട് എവർ വി ഹാവ്, എന്ത് ബ്ലെസ്സിങ്സ് ആണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഫാമിലി ഓർ വാട്ട് എവർ യു ഹാവ്, മറ്റുള്ള ലൈക്ക് I'm not saying compare, but at least you know what you have and be grateful for that. അപ്പൊ ഞാൻ അതാണ് എപ്പോഴും പറയുന്ന ഒരു കുട്ടികളുടെ അടുത്തുള്ള ഒരു കാര്യം. ലൈക്ക് അത് നമ്മൾ കാണിക്കണം. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് be grateful for your parents or your grandparents and your family and the things that you have, and for your health എല്ലാതും അങ്ങനത്തെ. Okay. So that will keep you grounded. Yeah, exactly. And have been engaging yourself in this lockdown period, and how you have been staying proactive, like online and offline. Yeah, how you have been managing? Yeah, അപ്പൊ എന്താന്ന് വെച്ചാല് I find it more easy. എനിക്ക് എപ്പോഴും ഒരു ഞാൻ എന്താണോ ചെയ്യേണ്ടതെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്. ലൈക്ക് ഇപ്പൊ സ്കൂളിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഇമെയിൽസ് ഓർ വാട്ട് എവർ കുട്ടികൾക്കുള്ള കാര്യങ്ങൾ ഞാനതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്താല്
I feel okay, I'm set. I feel confident. എനിക്ക് അതിലൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ലാസ്റ്റ് മിനിറ്റ് കിടന്ന് ഓടണ്ടല്ലോ, അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോ അത് മുൻകൂട്ടിയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോ ഞാൻ ആ ഒരു കാര്യത്തില് ഐ ട്രൈ ടു ബി പ്രൊആക്റ്റീവ്. ലൈക്ക് കുട്ടികളുടെ സ്കൂളില് ദിസ് ഇസ് വാട്ട് ഇസ് റിക്വയർഡ്. പിന്നെ ഇപ്പൊ ഈ ഓൺലൈൻ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളെ ഇതാക്കാനാണ് ഏറ്റവും കൂടുതൽ ഞാൻ മോനെ ലൈക്ക് 5 years old, അവന് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. അപ്പൊ അവനെ ഇതാക്കാനാണ് കുറച്ച് ഞാന് ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ അവനെ ഇരുത്തണം. ഈ ലൈവ് ലെസൺസിനൊക്കെ കൂടിയിട്ട് അവനെ ഇരുത്തി പഠിപ്പിക്കാൻ അത് എളുപ്പമില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് അവനിക്ക് അവിടെ സ്കൂളിൽ ഉണ്ടാവുന്ന റിസോഴ്സസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഈവൻ ദോ ഇപ്പൊ ഇവരെല്ലാം ഈ അപ്ലോഡ് ചെയ്യും ഇതൊക്കെ ചെയ്യുമെങ്കിലും കൂടിയിട്ട് നമുക്ക് ആ റിസോഴ്സസും കാര്യങ്ങളും ലൈക് സോ ഞാൻ അത് കുറച്ച് റിസർച്ച് ചെയ്ത് അവരെങ്ങനെ അത് പഠിപ്പിക്കുന്നത്. അപ്പോ ഇഫ് ഐ ക്യാൻ ഗെറ്റ് ദാറ്റ് യുനോ എങ്കിലും ആ റിസോഴ്സസ് ഇഫ് ഐ ക്യാൻ ഗെറ്റ് ഇറ്റ് വിത്ത് മീ ദെൻ അതെനിക്ക് യൂസ് ചെയ്യാലോ. ഈ കുട്ടീനെ വെറുതെ ഇതിന്റെ പുറത്ത് ഈ യുനോ കമ്പ്യൂട്ടർ തന്നെ ഇരുത്തിയിട്ട് പഠിപ്പിക്കുന്നേക്കാട്ടിയും. സോ അത് അങ്ങനെ ഓൺലൈൻ ഇതിന് I tried doing that. So that helped a lot. ഓക്കെ. ഇപ്പൊ എന്ന് പറയുന്നത് ലൈക്ക് ഇപ്പൊ ഈ ഒരു ലോക്ക്ഡൌൺ പീരീഡിൽ ഒരു പാരന്റിന് എസ്പെഷ്യലി ഒരു മദറിന് ആ ഒരു റോള് മാത്രമല്ല ചെയ്യേണ്ടത്. വി ഹാവ് ടു ജഗ്ലിംഗ് ത്രൂ ഡിഫറെന്റ് റോൾസ്. ലൈക്ക് ഒരു ടീച്ചറിന്റെ റോൾ ചെയ്യണം, ഒരു ഫ്രണ്ടിന്റെ റോൾ ചെയ്യണം, കൗൺസിലർ, ഒരു ഗൈഡിന്റെ, അങ്ങനെ ഒരുപാട് റോൾസ് ചെയ്യാനുണ്ട്. ആൻഡ് വാട്ട് ഡു യു തിങ്ക് ഈ റോൾസ് ഒക്കെ നിങ്ങളിപ്പോ ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ അത് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്? കുട്ടികളുടെ റെസ്പോൺസ് എങ്ങനെയാണ് അതിലേക്ക് എങ്ങനെയാ ഷെയർ അബൌട്ട് ദാറ്റ്? ഇതൊക്കെ ഐ തിങ്ക് എല്ലാ പാരന്റ്സും ആർ ഗോയിങ് ത്രൂ ദിസ് ആൻഡ് ഇറ്റ്സ് എ പ്രോസസ്. നമ്മൾ എപ്പോഴും ലേൺ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. 3 പിള്ളേരുണ്ട്, ഒരാള് കോളേജിലാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഈ 5 വയസ്സുള്ള ആളായിട്ടും ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ എം സ്റ്റിൽ ലേണിംഗ്. ഞാനപ്പോ ബിക്കോസ് അവന്റെ ടെമ്പർമെന്റും അവന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഏജിലുള്ള കുട്ടികളുടെ ഇതൊക്കെ യുനോ ഇറ്റ്സ് ഡിഫറെന്റ്. ഐ കനോട്ട് സേ ഓക്കെ ഇതുപോലെയാണെന്നും പറഞ്ഞിട്ട് ഇതല്ല. സോ കുറെ ഓഫ്കോഴ്സ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ചെറുതായിട്ട് ഇതാവായിരിക്കും. പക്ഷെ ഐ ട്രൈ ടു ബി ഓൾ ഓഫ് ദിസ്. ഓഫ്കോഴ്സ് നമുക്ക് കുട്ടികൾ ഇപ്പോ എന്റെ സെക്കൻഡ് വൺ ഈസ് 11 years old. 11 വയസ്സെന്ന് പറയുമ്പോൾ ഷീസ് ആ ഒരു ടീനേജിന്റെ എൻട്രി ചെയ്യുന്ന പീരീഡ് ആണ്. അപ്പോ എന്താ പറയാ, അപ്പൊ അവർക്കുള്ള ഇപ്പൊ കുറച്ച് നാളായിട്ട് 5-6 മാസമായിട്ട് ഇപ്പൊ ദേ ആർ നോട്ട് മീറ്റിംഗ് ദെയർ ഫ്രണ്ട്സ് ഇല്ല, അങ്ങനെയൊക്കെ ആയിട്ട് ആവുമ്പോ അതിന്റെ ഒരു എന്താ പറയാ ദർ വിൽ ബി അവർക്കുള്ള ആ ഒരു യുനോ അവർക്ക് പുറത്ത് ഇതെല്ലാം ഓപ്പൺ ആക്കി പറയാൻ പറ്റില്ല. പക്ഷെ somehow so we try to help them in various ways. അപ്പൊ അതിന് ഞാൻ കുറെ വായിക്കും, അല്ലെങ്കിൽ പാരന്റിങ് ടിപ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വായിക്കും, അല്ലെങ്കിൽ മറ്റുള്ള പാരന്റ്സ് എന്താണോ ഇതാക്കുന്നൊക്കെ ഒന്ന് നോക്കി ഇതാക്കും. അത്ര തന്നെ. ലൈക്ക് ദെൻ ഓഫ് കോഴ്സ് വി ഹാവ് ടു ബി എവറിത്തിങ് ഫോർ ദം. വീട്ടിലിപ്പോ സ്പെഷ്യലി ഡ്യൂറിങ് ഇതാവുമ്പോ it's really overwhelming. ഈ പാരന്റ്സിന് തന്നെ ഐ എം പ്രിറ്റി ഷുവർ അവർക്ക് തന്നെ മോസ്റ്റ് ഓഫ് ദം ആർ നമ്മള് വിളിച്ച് പറയും അങ്ങോട്ടുണ്ടോ വാട്ട് ആർ യു ഡൂയിങ്, ഇതെന്താ ലൈക്ക് യുനോ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് എന്റെ സിസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനായിട്ട് വി ഡിസ്കസ് ആക്ച്വലി how do you deal with this എന്താണെന്നുള്ളത്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് യുനോ ദേ ഡോണ്ട് കം വിത്ത് എൻ ഇൻസ്ട്രക്ഷൻ എന്ന് പറയും. കുട്ടികള് ദേ ഡോണ്ട് കം വിത്ത് എൻ ഇൻസ്ട്രക്ഷൻ മാനുവൽ. നമ്മൾ അതിങ്ങനെ ഓരോരുത്തരുടെ ഇതുപോലെ ഇങ്ങനെ you just have to learn with each child. Yeah, exactly. സോ നമുക്ക് സ്കൂളിങ്ങിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പോ ലാസ്റ്റ് 2 എപ്പിസോഡില് ഒരു ടീച്ചറിനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റുഡന്റിനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ടീച്ചറിന്റെ പെർസ്പെക്ടീവ് ചോദിച്ച സമയത്ത് ഹീസ് ലൈക്ക് ഈ ഓൺലൈൻ വിർച്വൽ സ്കൂളിംഗ് ഈസ് പോസിറ്റീവ് ആൻഡ് പിള്ളേർ അത് പോസിറ്റീവ് ആയിട്ടാണ് എടുക്കണേ, അങ്ങനെയൊക്കെയാണ് അത് അവരെ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം സ്റ്റുഡന്റിനോട് ചോദിച്ച സമയത്ത് അവരുടെ പെർസ്പെക്ടീവ് വെച്ചാൽ ആദ്യം ഇറ്റ്സ് ഫൈൻ, നല്ലൊരു രസമായിരുന്നു ഓൺലൈൻ ഗൂഗിൾ മീറ്റിലൊക്കെ ക്ലാസ് ഒക്കെ കേൾക്കുക, അതൊക്കെ രസമായിരുന്നു. പിന്നെ അത് അടുത്ത് വരാൻ തുടങ്ങി, ബോറടിക്കാൻ തുടങ്ങി, ലൈക്ക് ഫ്രണ്ട്സിനെ കാണുന്നില്ല, ആ ഒരു ചിറ്റാറ്റ്സ് മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആസ് എ പാരന്റ് വാട്ട് ഡു യു തിങ്ക്, ഒരു വിർച്വൽ സ്കൂളിംഗ് ആണോ അല്ലെങ്കിൽ സാധാ സ്കൂളിംഗ് ആണോ, ഏതാണ് ഏറ്റവും ബെറ്റർ ആൻഡ് ഹൗ ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടന്റ്?
ഇതില് സ്കൂൾ എന്ന് പറയുമ്പോൾ ഇപ്പം ഈ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം there are few things that are positive or what you can say. അപ്പൊ അത് എന്ന് വെച്ചാല് എഡ്യൂക്കേഷൻ ഓർ ഇഫ് യു വോണ്ട് ടു ലേൺ സംതിങ്, മറ്റത് നമ്മളൊരു ട്യൂഷൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ആ ഒരു ലൊക്കേഷനോ വാട്ട് എവർ, ദാറ്റ് വാസ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ഭയങ്കര പാടും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോ എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ വെച്ചിട്ട് ട്യൂഷൻസ് ആർ ഹാപ്പനിങ്. എന്റെ മോൾക്ക് തന്നെ ട്യൂഷൻസ് ആർ ഹാപ്പനിങ് ഓൺലൈൻ. കരാട്ടെ വരെ പഠിക്കുന്നുണ്ട് കുട്ടികൾ ഓൺലൈൻ, എല്ലാതും. അപ്പോ സോ ദാറ്റ് ഐ ഡോണ്ട് നോ എത്രത്തോണ്ട് അതൊരു മറ്റേ നേരിട്ട് ചെയ്യുന്നതിന്റെ ഓഫ് കോഴ്സ് അതിന്റെ അത്ര ഗുണം ഉണ്ടാവില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പക്ഷെ ദർ ആർ സർട്ടൻ ബെനിഫിറ്റ്സ് ഓർ യുനോ അഡ്വാൻറ്റേജസ് ഓൾസോ. ഇപ്പൊ പോവാം, ഈ ട്യൂഷൻസ് എന്നൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതിപ്പോ അവിടെ യുനോ അവിടെ പോയി വിട്ട് ഇതാക്കിയല്ല. സ്കൂൾ എന്ന് പറയുമ്പോ എന്റെ ഒരു ഇത് വെച്ചാല് ഇറ്റ് ഈസ് ബെറ്റർ അറ്റ് സ്കൂൾ വിത്ത് ദെയർ ഫ്രണ്ട്സ് ഇൻ ദ ക്ലാസ് റൂം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുട്ടികൾ വീട്ടിലിരുന്നിട്ട് അവർ ഈ സ്ക്രീനിൽ നോക്കിയിട്ട് അവർക്ക് തന്നെ ഒരു മടുപ്പ് വരും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. യുനോ ഇറ്റ്സ് നോട്ട് വെരി ഹെൽപ്ഫുൾ. അല്ലെങ്കിൽ അതിപ്പോ നിവൃത്തിയില്ലാണ്ട് ഇത് എവറിബഡി ഹാസ് ടു ഡു ഇറ്റ്, എല്ലാവരും അതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് കുട്ടികൾക്കും എനിക്ക് തോന്നുന്നില്ല. എന്റെ മക്കൾ ദേ ഡോണ്ട് എൻജോയ് ഇറ്റ് അറ്റ് ഓൾ. അവർക്ക് ക്ലാസ്സിൽ പോകണം, അവരുടെ ഫ്രണ്ട്സിനെ കാണണം, അവരുടെ ടീച്ചേഴ്സിനെ മീറ്റ് ചെയ്യണം, അങ്ങനെ ഒരു യുനോ ഹ്യൂമൻ ഇന്ററാക്ഷൻ, ദേ വാണ്ട് ദാറ്റ്. ഓക്കെ, അപ്പോ ഈ ഒരു ഈ ഒരു ലോക്ക്ഡൌൺ പീരീഡിന്റെ സമയത്ത് എന്തൊക്കെ ബിഹേവിയറൽ ചേഞ്ചസ് ആണ് വന്നിട്ട്? ഇപ്പൊ നിങ്ങൾക്ക് 3 ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണ് ഉള്ളത്. അപ്പൊ അവരുടെ ഓരോരോ ആൾക്കാരുടെയും ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ ഒരു പീരീഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക് ചേഞ്ചസ് ആണ് അവരുടെ ഇടയിൽ വന്നിട്ടുള്ളത്? മൂത്താള് പിന്നെ ഷീസ് ഓൾമോസ്റ്റ് അഡൽട്ട് ആണ്. അപ്പൊ പിന്നെ വലിയ ഇത് പറയാനില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് മോന്റെ അടുത്താണ്, അതായത് 5 വയസ്സുള്ള ചെറിയ ആളുടെ അടുത്ത്. അവർക്കാണല്ലോ ഈ ആക്റ്റീവായിട്ട് അവർക്ക് അവിടെ കിടന്നോടണം, അവരുടെ ഫ്രണ്ട്സിനെ ഇതാക്കണം. അവര് പഠിക്കുന്നതേ അങ്ങനെയാണ്. ദേ ലേൺ ത്രൂ ദെയർ പ്ലേ. അവരിങ്ങനെ കളിച്ച് ഇതാക്കി ഇട്ടാണ് എന്താണ്. സോ ഭയങ്കര വാശി, ഇങ്ങനത്തെ ഒക്കെ ഓരോരോ ബിഹേവിയറൽ ഇതായി ഉണ്ടായിരുന്നു. സോ അപ്പോ വി ട്രൈ ടു യുനോ അത് മനസ്സിലാക്കുമ്പോ തന്നെ അത് ഇറ്റ്സ് നോട്ട് ഈസി. എല്ലാവരും ഐ തിങ്ക് ഇസ് ഗോയിങ് ത്രൂ ഇപ്പൊ ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവരുടെ ഇതിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ദീസ് ആർ ദ ചേഞ്ചസ്. കൂടുതൽ ഹൈപ്പർ ആക്റ്റീവ് ആവുക, ഭയങ്കര. കാരണം അവരിങ്ങനെ അടച്ചിട്ടിട്ടല്ലേ അവരെങ്ങനെ ഇതാക്കണത്. ഇപ്പൊ പുറത്തും പോവാൻ വയ്യ, അല്ലെങ്കിൽ ഇതപ്പോ അതിൻ്റെതായ ഒരു ഫ്രസ്ട്രേഷൻ ഷോ. പിന്നെ എന്റെ മോള് 6th സ്റ്റാൻഡേർഡിലുള്ള അവളും അവള് അവര് ആ ഒരു ഏജ് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു ഇതാകുമ്പോ ദേ ജസ്റ്റ് സേ ഇങ്ങനെ കാര്യങ്ങൾ, എന്താ പറയാ, ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതാവുന്നത്. പിന്നെന്താ വെച്ചാല് അവരുടെ അടുത്ത് നിന്ന് ഈ ദേ ഓട്ടോമാറ്റിക്കലി ഗെറ്റ് അഡിക്റ്റഡ് ടു ദിസ് ഈ സ്ക്രീൻ ഗെയിംസ് ആണെങ്കിലും അല്ലെങ്കിൽ യുനോ ഇതാണെങ്കിലും. അപ്പൊ നമ്മളത് വാങ്ങിച്ചു നോക്കുമ്പോ എന്താണ് അത് ബോറടിക്കുകയാണ്, പിന്നെ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ യുനോ ആക്ച്വലി അപ്പൊ ഇറ്റ്സ് എ കോൺസ്റ്റന്റ് എന്താണ് ടഗ് ഓഫ് വാർ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് അങ്ങനെ വരുമ്പോഴത്തേക്കും. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ പാരന്റ്സ് എന്ന് പറയാതെ വയ്യ എല്ലാം ഉള്ള ഒരു ഇത്. പക്ഷെ ഓഫ് കോഴ്സ് നമുക്ക് വി ഹാവ് ടു ലിവ് ത്രൂ ദിസ് എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഒരു ന്യൂ നോർമൽ സംഭവമാണ് ഇപ്പൊ നമ്മളെല്ലാരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മുടെ ലൈവ് അവിടെ ബ്രേക്ക് അടിച്ച് നമ്മൾ ഗീവ് അപ്പ് ചെയ്യണം. കാരണം ഒരു ന്യൂ നോർമൽ ആണ്. ലൈക്ക് റേഞ്ച് ഇല്ലാണ്ടാവുക, ഇഷ്യൂസ് വരിക, സംഭവത്തോടായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോവാന്ന് പറയുന്നതാണ് ഏറ്റവും സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ഈ ഒരു ലോക്ക്ഡൌൺ പീരീഡ് ഇങ്ങനെ ഞാൻ നിങ്ങളുടെ പ്രൊഫൈലിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ പിള്ളേരൊക്കെ ചെയ്തു വെച്ച കുറെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. സോ നൈസ്.
ഓക്കെ. അപ്പോ അവര് പുതിയ പുതിയ സ്കിൽസ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ലൈക്ക് ഈ ഒരു ലോക്ക്ഡൌൺ പീരീഡിൽ മുമ്പുള്ളതിനേക്കാളും നല്ല പുതിയ സ്കിൽസ് എന്തെങ്കിലും, അല്ലെങ്കിൽ ഉണ്ടായതിന് തന്നെ ഹാർഡ്നസ് ചെയ്തിട്ടുണ്ടോ? ലൈക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ? അവര് ഈ കുക്കിംഗ് ആൻഡ് ബേക്കിംഗ് ഭയങ്കര ക്രേസ് ആയിട്ട് ഇങ്ങനെ ചെയ്യട്ടെ എന്ന് പറയുമ്പോ ഞാൻ വിചാരിക്കും, ആദ്യമൊക്കെ മുന്നൊക്കെ ഞാൻ പറഞ്ഞു കിച്ചൺ ചീത്താവും, നാശാവും, അത് സോ അവരങ്ങനെ കേട്ടാൻ എനിക്ക് താല്പര്യമില്ല. കാരണം അതെനിക്ക് മെനക്കെടാണ്, കൂടുതൽ പണിയാണ്. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു അവരെന്തെങ്കിലും ചെയ്യട്ടെ, അവർക്കും സോ അത് അങ്ങനെ ഒരു ദേ സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ് ഓൺ ദിയർ ഓൺ. അപ്പൊ ഞാൻ വിചാരിച്ചായിക്കോട്ടെ, ഞാനും കംഫർട്ടബിൾ ആയി. ഐ മീൻ ഗോട്ട് യൂസ് ടു ഇറ്റ്. ഞാൻ വിചാരിച്ചു ഓക്കെ. സോ പിന്നെ ഞാൻ ലാംഗ്വേജസ് അവരോട് പറഞ്ഞു, കുറച്ച് പുതിയ ലാംഗ്വേജസ് ട്രൈ ടു ലേൺ. ഇപ്പൊ ഇവിടെ ദുബായിലായ കാരണം മലയാളം ഇല്ല ഇവരുടെ സ്കൂളിൽ. അപ്പൊ ഞാന് മലയാളം പഠിപ്പിക്കാനായിട്ട് ഞാനും എന്റെ സിസ്റ്ററും പറഞ്ഞു, നോക്കി നമുക്ക് തന്നെ മലയാളം ക്ലാസ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. പിന്നെ അതിന്റെ ഇടയ്ക്ക് വേറെയുള്ള പിന്നെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നോട്ട് ഭയങ്കര വലിയ കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആയിട്ട് ഇതാക്കി. ഗാർഡനിങ് ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ഇപ്പൊ ഞങ്ങളുടെ ഗാർഡനൊക്കെ ഇതാക്കുക തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു പിള്ളേര് പറഞ്ഞു തന്നെ അതിനെ പറ്റിയിട്ട്. അല്ലാതെങ്കിൽ സമയം കിട്ടില്ലല്ലോ, സ്കൂളിൽ വരിക, അത് കഴിഞ്ഞ് വരിക, പിന്നെ ഹോംവർക്ക്, കളിക്കാൻ പോകണമെങ്കിൽ പോവുക, അത് കഴിഞ്ഞ് പിന്നെ അവരുടെ ഹോംവർക്ക്. സോ ദാറ്റ് വാസ് അനദർ റൂട്ടീൻ. അപ്പൊ ഇതിങ്ങനെ ആയപ്പോ കുറച്ച് ഇങ്ങനത്തേനൊക്കെ കുറച്ച് സമയം കിട്ടി. സോ അങ്ങനത്തെ ഒക്കെ ഒരു ഉള്ള കാര്യങ്ങൾ തന്നെ ഓൺ ടോപ്പ് ഓഫ് മൈ മൈൻഡ്. പിന്നെ കുറെ ബുക്സ് വാങ്ങിക്കുക, അപ്പോ റീഡ്. സോ അങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രം ആണ് പുറമൊക്കെ ഇതാക്കാൻ നോക്കിയത്. ഓക്കെ. നമ്മള് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, ലൈക്ക് ഇങ്ങനെ ഒരു ആളെ കൊണ്ടുവരുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പൊ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. ലൈക്ക് ഒരു നാച്ചുറൽ പാരന്റിംഗ്, കോൺഷ്യസ് പാരന്റിംഗും ഉണ്ട്. അപ്പൊ അത് രണ്ടിലും വിച്ച് ഈസ് എന്താ പറയാ കുറച്ച് ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ കാലയളവിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏത് തരം പാരന്റിംഗ് ആണ്? നാച്ചുറൽ പാരന്റിംഗ് ആണോ, കോൺഷ്യസ് പാരന്റിംഗ് ആണോ എന്നുള്ളത്? ഇതിലെന്ന് വെച്ചാൽ എല്ലാവർക്കും കോൺഷ്യസ് പാരന്റിംഗ് ചെയ്യാനാണ് ഇഷ്ടം. ഓക്കെ, അക്കോർഡിംഗ് ടു മീ. ഈവൻ ഞാൻ എന്നും രാത്രി കിടക്കുമ്പോൾ നാളെ ഞാൻ ഇങ്ങനെ ചെയ്യില്ല, ഐ വിൽ ബി എ ബെറ്റർ പാരന്റ് ടുമോറോ, ഐ വിൽ ബി എ ബെറ്റർ പേഴ്സൺ ടുമോറോ, ഓക്കെ ഐ വോണ്ട് ടു ടിക്ക് ദിസ് ഓഫ് എന്നുള്ള. ഐ തിങ്ക് എവറിബഡി വാണ്ട്സ് ടു ബി ദാറ്റ് ബെറ്റർ പേഴ്സൺ. അപ്പൊ അതാണല്ലോ കോൺഷ്യസ് പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ. പക്ഷെ സംടൈംസ് യുവർ നാച്ചുറൽ തിങ് കംസ് ഔട്ട്, എസ്പെഷ്യലി നാച്ചുറൽ. ചിലപ്പോ മോംസ്റ്റർ ഒക്കെ ആവും, മോമ പോയിട്ട് മോൺസ്റ്റർ പുറത്തേക്ക് വരും. സോ വി ട്രൈ ടു ബി, എന്റെ ഒരു ഇത് വെച്ചാൽ ഐ ട്രൈ ടു ബി എ മിക്സ്. ചില ദിവസം എന്റെ കൺട്രോൾ എല്ലാം തെറ്റിയ ദിവസമൊക്കെ ആണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഡേ ഐ ട്രൈ ടു മേക്ക് അപ്പ് ഫോർ ദാറ്റ്. ഞാൻ ഓക്കെ ഇന്നെ പോലെ ഞാൻ ഐ വിൽ നോട്ട് ലൂസ് മൈ കൂൾ, ഞാനത് ഇതാക്കിയിട്ട് കൊണ്ടു നടക്കാം, ഇന്നെ പോലെയാണ്. ആൻഡ് ഐ ട്രൈ ടു മേക്ക് അപ്പ് ഫോർ വാട്ട് ഇഫ് ഐ ഹവ് ലോസ്റ്റ് ദാറ്റ് മൈ കൂൾ ആൻഡ് ഇതാണെന്നുണ്ടെങ്കിൽ ഐ ട്രൈ ടു മേക്ക് അപ്പ് ഫോർ ദാറ്റ്. സോ അങ്ങനെ ഒരു കോൺഷ്യസ് പാരന്റിങ് ഇപ്പൊ എല്ലാരും ദേ ആർ ട്രൈങ്. പക്ഷെ ആഫ്റ്റർ ഓൾ നമ്മളെല്ലാരും മനുഷ്യന്മാരാകുമ്പോ അതിന്റെ നാച്ചുറൽ ഇതിങ്ങോട്ട് പുറത്തു വരും. ഇതന്നെ ഒരു പാരന്റ് ആവുമ്പോ ഇതന്നെ ഈ സ്റ്റൈലിൽ തന്നെ കൊണ്ടു നടക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പല ടൈപ്പ് ഇപ്പൊ നമ്മള് എന്റെ ഒരു ഇതില് ഈ ഹെലികോപ്റ്റർ പാരന്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, വിച്ച് ഈസ് ലൈക്ക് യു കൺട്രോൾ ഓർ യു ബി ഓൺ ടോപ്പ് ഓഫ് യുവർ ചൈൽഡ്. എല്ലാം ചെയ്യുമ്പോ അവരുടെ എല്ലാ കാര്യം നമ്മൾ നോക്കുന്നുണ്ട്, പക്ഷെ അവര് ചെയ്യുന്ന എല്ലാ കാര്യം നമ്മൾ നമ്മുടെ രീതിയിലും ആക്കാൻ നോക്കുന്നതാണ് തോന്നുന്നുണ്ട് ഈ ഹെലികോപ്റ്റർ പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. പക്ഷെ അതില് കാര്യം ഐ ഡോണ്ട് നോ ഇഫ് മേ ബി ദാറ്റ് ഇസ് റൈറ്റ്. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂല, ബിക്കോസ് അങ്ങനെ ആവുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ഫ്രീഡം ആൻഡ് അവർക്കും അവരുടെ ഒരു സ്പേസ് ആൻഡ് ഫ്രീഡം കുറച്ചൊക്കെ നമ്മളൊന്ന് ഇതാക്കണം. സോ ദാറ്റ് ഈസ് മൈ തോട്ട് ഓൺ ദിസ്. ഓക്കെ. പിന്നെ വേറെ വന്നിട്ടുള്ള ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ലൈക്ക് നിങ്ങൾക്ക് ആസ് എ മോം ഈ 2020 ആദ്യത്തില് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദാറ്റ് തിങ്? ആ ഒരു വർഷാദ്യത്തില്
ഒന്ന് ടൈം മെഷീനൊക്കെ വെച്ചിട്ട് ആദ്യത്തില് പറയാനുണ്ടെങ്കിൽ എല്ലാ മദേഴ്സിനോടും ബ്രേസ് യുവർ സെൽഫ് ഫോർ വാട്ട് ഇസ് കമ്മിങ് എന്നുള്ളതായിരിക്കും. ഒരു ഓക്കെ 10 തലയുണ്ടെന്നുണ്ടെങ്കിൽ മേക്ക് യൂസ് ഓഫ് ദാറ്റ് എന്നുള്ളത്. അതല്ലാതെ ഐ ഹാവ് നോ ഐ മീൻ വി ഡിഡ്ന്റ് നോ. പക്ഷെ പറഞ്ഞാലും വി ആർ ഗ്രേറ്റ്ഫുൾ. എവറിബഡി ഈസ് ഹെൽത്തി. എല്ലാരും എന്റെ മോൾക്ക് വരാൻ പറ്റി ബാംഗ്ലൂരിന്ന് ജസ്റ്റ് ദ ഡേ ബിഫോർ ദ ലോക്ക്ഡൌൺ. അപ്പോ ദർ ആർ സോ മെനി ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മള് ഇത്രയും നാള് ഒരുമിച്ച് ഇതുപോലെ ആസ് എ ഫാമിലി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നമ്മൾ ഇത്രയും ഐ ഡോണ്ട് തിങ്ക് നമ്മളിപ്പോ ഇത്രയും നാളായിട്ടും ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മള് ട്രൈ ടു മേക്ക് എന്താ പറയാ അതിന്റെ കുറച്ച് കുട്ടികളാവുമ്പോ വി ഹാവ് ടു ഹാവ് ഫൺ ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പൊ കുറെ ഗെയിംസ് അവര് കളിക്കുന്ന ഗെയിം ആണെങ്കിൽ ഓക്കെ ഞാനും കളിക്കാം. ഇപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങള് ഇതാക്കാൻ ഇതായി. അപ്പോ ദാറ്റ് വേ. സോ ദാറ്റ്സ് വാട്ട് ഇൻ ദ ബിഗിനിങ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഐ വിൽ വാണ്ട് ദ മോംസ് എല്ലാവരുടെ അടുത്തും ഒരു വാർണിംഗ് കൊടുക്കും ഇതാ എന്നുള്ളത്. ഓക്കെ ദാറ്റ്സ് ഓക്കെ. അപ്പൊ നമുക്ക് ഏകദേശം നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ സോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ്. ഓക്കെ നിങ്ങളുടെ ആ ഒരു പെർസ്പെക്ടീവ്സ് നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യാനും ഇത്രയൊക്കെ ടെക് ഇഷ്യൂസ് വന്നിട്ടും നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊന്ന് ചെന്നു നമ്മളായിട്ട് കണക്ട് ചെയ്തു. നമ്മൾ വിളിച്ചപ്പോ തന്നെ ഓക്കെ സോ മച്ച്. കാരണം നമുക്ക് അതൊരു നെസസറി ആണ്. ഒരു പാരന്റിന്റെ പെർസ്പെക്ടീവ്സ് അറിയാന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അതിൽ നിൽക്കൂല. കാരണം ഞാൻ എങ്ങനെയാ അത് പറയാന്നുണ്ടെങ്കിൽ സോ യു forward. Okay. So thank you so much for that. Thank you so much for having me. എനിക്കിതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് and I really enjoyed. And you also for having patience and ഒരു connection issues and everything. Having that patience and all. So I also really enjoyed it. It was nice. Okay then. All right. Thank you so much. Okay. Stay safe. Okay. Bye. Thank you. Thank you.